സദ്വേഷണ്ണ ഇന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന മറ്റൊന്നുമല്ല ജാതിയെ കുറിച്ചാണ്. അപ്പൊ ജാതീയമായ കാര്യങ്ങളാണല്ലോ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ലോകത്ത് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ആ ജാതീയതയെ കുറിച്ച് എനിക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഗുരുവുമായിട്ട് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജാതീയതയെ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ജാതി എന്താണ്, ജാതി പാടണോ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കും. നമ്മളെല്ലാവരും തിരിക്കുമ്പോൾ തന്നെ ഒരു ജാതിയിൽ അധിഷ്ഠിതമായിട്ടാണ് വരുന്നത്. പക്ഷെ പിന്നീട് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കേണ്ടാത്തവർക്ക് സ്വീകരിക്കാം എന്നുള്ളൊരു ഒരു നിയമം ഇവിടെയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അവബോധത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നെന്റെ മകളാണിത്. മകള് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് നേരിട്ട്. അപ്പൊ ആ സംശയങ്ങൾ ചിലത് ക്രോഡീകരിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം കുട്ടികളിലേക്കൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ മകളൊന്ന് പരിചയപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് മകൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി കൊടുക്കും. ശരണം. എന്റെ പേര് മനുചന്ദന. ഇതെന്റെ അച്ഛനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛന്റെ ജാതി ചിന്ത എന്താ? എന്റെ ജാതി ചിന്ത എന്ന് പറഞ്ഞാല് ഞാൻ ഹിന്ദു മതത്തിലെ ഈഴവ സമുദായത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ആ സമുദായത്തിൽ ജനിച്ച് ജീവിക്കുകയാണ് ഗുരുവിന്റെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ആ ഒരു ഐഡിയോളജി എന്നുവെച്ചാൽ ആശയം. ഗുരുവിന്റെ ആശയം എന്ന് പറഞ്ഞാല് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട്, അതായത് ജാതി മത വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒരു മാനവരാശി ഈ ലോകത്തുണ്ടാകണമെന്നും, അല്ലാതെ ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും കെട്ടുകളില്ലാതെ വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരും ഒരു ഈശ്വരനിൽ മാത്രം വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള 90% പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പൊ ഈ അതിലേക്ക് ഉൾക്കൊണ്ടിട്ടാണ് ജാതി വേണ്ട, ജാതി ഇല്ല എന്നുള്ള കാര്യം പഠിച്ചുകൊണ്ടാണ് ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ വന്നത്. പക്ഷെ എവിടെ ചെന്നാലും വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ ജാതി പറയേണ്ടടുത്ത് ഹിന്ദു മതം ഈഴവ എന്ന് പറയേണ്ടി വരും. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ജാതി ഇല്ല അല്ലെങ്കിൽ ജാതി വേണ്ട, ഗുരുവിന്റെ ഐഡിയോളജി വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ ആശയത്തെ അതിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് പോകുന്നിടത്തോളം ജാതി വേണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അത് ഒരു വിഭാഗമോ രണ്ട് വിഭാഗമോ ആൾക്കാരാണ് ലോകത്ത് ഇന്ന് നമ്മൾ എന്താണ് പറയുക ഇടുന്ന വിത്തുകൾ നാളെ മുളച്ച് വലിയൊരു സമൂഹമായിട്ട് മാറി. ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗുരുവിന്റെ ആശയം തന്നെ അറിയാം. അത് തന്നെയാണ് നല്ല നല്ല ജന്മങ്ങൾ ഉണ്ടായിട്ട് നല്ല മനുഷ്യരും ഭൂമിയിൽ ജനിച്ച് വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിച്ച് ജീവിക്കുക എന്നുള്ളത് അതാണ് എൻ്റെ ജാതിയുടെ ചിന്താഗതി. അപ്പൊ ആ ഗുരുവിനെ പിൻപറ്റി ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കും. നമ്മുടെ ഗുരുവിന്റെ പരമ്പരയിൽ ജാതി വേർതിരിവുണ്ട്. അത് അതിനെക്കുറിച്ച് മറുപടി എന്ന് പറഞ്ഞാല് 1999 മെയ് 6, അതായത് മേടമാസം 23 ഗുരു ശരീരം വിടുന്നത് വരെ കൃത്യമായിട്ട് ഗുരു പറഞ്ഞു പരമ്പരയിൽ ഗുരു ഒരിക്കലും ക്ഷമിക്കാത്തൊരു കാര്യമാണ് ജാതി വേർതിരിവ്. മറ്റുള്ള എന്തും ഗുരു ക്ഷമിക്കും. കാരണം ജാതി ചിന്ത ഉള്ളവരെ ഗുരു ഒരിക്കലും അവരുടെ ചിന്താഗതിയെ ഗുരു ക്ഷമിക്കും. അപ്പൊ ഗുരു ശല്യം വിടുന്നതിന് മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാരെ ജാതിയുടെ ഈ പേരിന്റെ അറ്റത്തുള്ള വാലുകളും എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഗുരു പറഞ്ഞിട്ടല്ല, പക്ഷെ ഗുരുവിന്റെ ആശയം ഉൾക്കൊണ്ടിട്ട് അവർ സ്വയം മാറ്റുകയാണ് ചെയ്യുന്നത്. അന്നെന്ന് പറഞ്ഞാൽ ജാതിയില്ല, ജാതി പറയാൻ പാടില്ല, ജാതിയെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ജാതി ആരാണ് എന്താണെന്നും അറിയില്ല. ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടുത്തി, ഒരു ആത്മബന്ധുവിനെ പരിചയപ്പെടുത്തിയാൽ അവർ എന്ത് ജാതിയാണെന്ന് ചോദിക്കാനേ പാടില്ല. പക്ഷേ അതുപോലെ തന്നെ പണത്തിന്റെ കൂടിയവനോ കുറഞ്ഞവനോ, പണമുള്ളവനോ ഇല്ലാത്തവനോ എന്നുള്ള ചിന്താഗതി പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1999 ഗുരുവിന്റെ ദേഹവിയോഗം, അത് ബ്രഹ്മശ്രീ കരുണാകര ദേഹവിയോഗം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പരമ്പരയിൽ യഥാർത്ഥ അധികാരികളില്ലാത്തവരെ ഭരണം ഏറ്റെടുക്കുകയും ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു ഭരണം ഏറ്റെടുക്കുകയും അവരിലൂടെ വന്ന ആ ഒരു പരമ്പര എന്ന് പറയുമ്പോൾ അവരവരുടെ സ്വജനപക്ഷപാതവും അധികാരവും പണവും എല്ലാം സ്വാർത്ഥതാല്പര്യത്തിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഈ ഐഡിയോളജിയെ തള നിന്നുപോയി. അതിനുശേഷം വന്നതെന്ന് വെച്ചാൽ
ജാതി പേരിട്ടത്ത് ആ വാലായ ജാതി ഉൾപ്പെടുന്ന നിർബന്ധം പോലും വേണം. അതുപോലെ തന്നെ കല്യാണങ്ങൾ കഴിക്കുമ്പോൾ ഗുരു കൊണ്ടുവന്ന കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അമ്മായി എന്ന് വെച്ചാൽ നായർ, അമ്മായി എന്ന് വെച്ചാൽ ഹിന്ദു ഈഴവ്. അപ്പൊ ഗുരു അങ്ങനെ ജാതി നോക്കിയല്ല വിവാഹം നടത്തുന്നത്. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് വിവാഹം നടത്തി ഭാവിയിൽ ആ ജാതി ചിന്തനെ ഉണ്ടാകരുത് എന്നുള്ള ചിന്താഗതിയിലാണ് ഗുരു അങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ എന്താ പറ്റി, ഈ പിന്നെ അങ്ങനെ ചിന്തിച്ചു കൊണ്ടുവരുമ്പോൾ കാലക്രമേണ സർട്ടിഫിക്കറ്റുകളിലും ജാതി ഉണ്ടാകരുതെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. പക്ഷെ പിന്നീട് വന്ന തലമുറ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നീട് വന്ന ആ ഒരു പരമ്പരയുള്ള അധികാരം എന്ന് പറയുന്നവരെന്ന് പറഞ്ഞാൽ അതിന് വേണ്ട രീതിയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ ജാതീയത ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കൂടിയ ജാതിക്കാരെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിൽക്കുകയും ഈ താഴേക്കിടയിലുള്ള ആൾക്കാരെ ഗുരു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ താഴേക്കിടയിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ജാതിയിലായാലും കൊള്ളാം, സമ്പത്തിലായാലും കൊള്ളാം, അങ്ങനെയുള്ളവരെ കർമ്മം ചെയ്ത് കർമ്മശേഷി വർദ്ധിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് അവർ യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പരമ്പര, നാളെ വേർതിരിവൊന്നുമില്ലാത്തൊരു പരമ്പര, അതാണ് ഗുരു ആഗ്രഹിച്ചത്. ഇതാണ് ശാന്തിഗിരിയിലെ വേർതിരിവ്. ശാന്തിഗിരിയിലെ ജാതി ചിന്താഗതി എന്ന് പറയുമ്പോൾ ഗുരുവിന് മുമ്പും ഗുരുവിന് ശേഷം രണ്ട് ആംഗിളിൽ വേണം നമുക്ക് പറയാം. ഗുരുവിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ജാതി വർണ്ണ വ്യത്യാസങ്ങൾ, ജാതിമത വർണ്ണ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതിനുശേഷം വന്നവരെന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയുക ഊട്ടി വളർത്തുന്ന രീതിയിലാണ് ഇപ്പൊ നിലവിൽ കണ്ടുവരുന്നത്. അപ്പൊ എന്ത് പറ്റി, പരമ്പരയുള്ള പല വിശ്വാസങ്ങൾ ഇപ്പൊ സ്വജാതിയിലേക്ക് പോയി മെമ്പർഷിപ്പ് ഇടും. സ്വന്തം ജാതികളിൽ പോയിട്ടു ഇപ്പൊ ഈഴവ സമുദായത്തിലുള്ള മെമ്പർഷിപ്പ്, പണ്ട് SNDP മെമ്പർഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ പോയി അവരുടെ മെമ്പർഷിപ്പ് എടുത്ത്, അതുകൂടാതെ നായർ സമുദായത്തിലെ ഏത് സമുദായത്തിലും എന്നുവെച്ചാൽ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർക്ക് എന്താ പറയുക ജാതി മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു, ഒരു ഗതികളിലേക്ക് വന്നിരിക്കും. അതാണ് എനിക്ക് പറയുന്നത്. ബ്രഹ്മശ്രീ കരുണാകരന്റെ ജന്മലക്ഷ്യം ഉണ്ടായിരുന്നു. ബ്രഹ്മശ്രീ കരുണാകരന്റെ ജന്മലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ നമ്മളത് പറയുമ്പോൾ സത്യത്തിലാണെന്ന് പറഞ്ഞൊരു ജ്ഞാനി, മനുപരമ്പരയുള്ള ഒരു ജ്ഞാനിക്ക് തെറ്റുപറ്റും. അപ്പൊ അത് യുഗാന്തരങ്ങളെ കുറിച്ച് പറയേണ്ടി വരും, അതൊരുപാട് നീണ്ടുപോകും. അപ്പൊ ഞാനതിൽ ചെറിയ പറയും. സത്യത്തിലാണെന്ന് മറ്റൊരു ഋഷിക്ക് പറ്റിയൊരു തെറ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ആ ആചാര്യൻ എവിടെ നോക്കിയാലും അദ്ദേഹത്തിന്റെ രൂപമാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അതേസമയത്ത് അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഞാൻ ബ്രഹ്മത്തിന്റെ അംശമാണ്. അങ്ങനെ പറയേണ്ട സാധനം അദ്ദേഹം ഞാൻ ബ്രഹ്മമാണെന്ന് പറയാൻ എന്ത് സംഭവിച്ചു, ദൈവകോപം ഉണ്ടായിരുന്നല്ലോ, ഈശ്വരകോപം ഉണ്ടായി. അതിലൂടെ എന്ന് വെച്ചാൽ പിന്നെ ത്രിമൂർത്തി സമ്പ്രദായം നിലവിൽ വന്നു. അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അപ്പൊ അവിടെ ഷോർട്ടായിട്ട് ഞാൻ പറയും. അതിനുശേഷം കലിയുഗത്തിൽ ബ്രഹ്മം 2444 ആചാര്യന്മാരെ ഭൂമിയിലേക്ക് അയച്ചു. ഈ കലിയുഗത്തിൽ മനുപരമ്പരയിലെ ഈ ചതുർയുഗത്തിലെ ഈ കലിയുഗത്തിൽ 2444 ആചാര്യന്മാരെ ഭൂമിയിലേക്ക് അയച്ചു. അവർക്കൊന്നും ഈ പരമ്പരയെ ഇങ്ങനെ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ബ്രഹ്മം തന്നെ കാത്തു സൂക്ഷിച്ച ജീവനെ ഭൂമിയിലേക്ക് ആരും അറിയാതെ ജനിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകരൻ. ആ ഗുരുവിനാണ് നമ്മുടെ കുടുംബത്തിൽ വന്ന് ജനിക്കുകയും അവിടെ നിന്ന് 12-13 വയസ്സായപ്പോൾ ഗുരു അന്ന് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഗുരു ജനിച്ച നാൾ തൊട്ടേ എന്ന് പറഞ്ഞാൽ ആത്മീയ ചിന്തയുണ്ട് ഗുരുവിന്. പക്ഷെ എന്താണെന്ന് ഗുരുവിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഗുരു സത്യാന്വേഷണത്തിന്റെ ഭാഗത്തുമായിട്ട് പല ആശ്രമത്തിലും നിന്ന് പിന്നെ ശിവഗിരിയിലേക്ക് 17 വർഷം സേവനം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശാന്തിഗിരി ആശ്രമം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഗുരുവിന് 1973 ഗുരുവിന്റെ അവസ്ഥ പൂർത്തീകരിക്കുന്നത്. കാരണം ആരാണേലും ഈ അവസ്ഥകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ഒരു ഗുരുക്കന്മാരായാലും അവസ്ഥ പൂർത്തീകരിച്ച് വന്നാൽ മാത്രമേ അവർക്ക് ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റൂ. അതേപോലെ ഈ 2444 ആചാര്യന്മാർക്കും ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുരുവോളം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഗുരുവിന്റെ ആശയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സത്സന്താനങ്ങൾ ജനിക്കുക, ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത സന്താനങ്ങൾ ജനിക്കും. ആ സന്താനങ്ങൾ ജനിച്ച് അവരിലൂടെ ലോകം നന്നാവും. ഒരു 7 തലമുറ കഴിയുമ്പോഴത്തേക്കും പ്യൂരിറ്റിയുള്ള ഒരു ജനത ഉണ്ടാകും. എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ജീവനുകൾ.
അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം സന്യാസികളിലൂടെ അല്ലല്ലോ പരമ്പര ഉണ്ടാകും, ഗൃഹസ്ഥാശ്രമികളിലൂടെ. അപ്പൊ നല്ല മനുഷ്യര് നല്ല ഗുരുവിന്റെ ഇഷ്ടക്കൊത്ത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് വരുമ്പോൾ അവരിൽ പുണ്യാംശം നിറച്ചിട്ട്, അവരുടെ ജീവനിൽ പുണ്യാംശം നിറച്ചിട്ട് നല്ല പിതൃക്കളുണ്ട് നമുക്ക്. അതിനാണ് ഗുരുപൂജ നടത്തുന്നത്. കാരണം ഒരു മനുഷ്യന്റെ 18 തലമുറക്ക് മുമ്പുള്ള അച്ഛൻ്റെയും അമ്മയുടെയും പിതൃക്കൾ അവരുടെ ആരാധിച്ച എല്ലാ കാര്യങ്ങളിലെയും പിതൃക്കളെ ശുദ്ധീകരിക്കും. ആരാധിച്ച വകകൾ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ആരാധിച്ച അരികൾ എൻ്റെ അപ്പൂപ്പൻ ആരാധിച്ചു, അങ്ങനെ അവരോട് ചേർന്ന് നിൽക്കുന്ന ആരാധന മൂർത്തികളെയെല്ലാം ഈ ഗുരുപൂജ എന്ന് പറയുന്ന കർമ്മത്തിലൂടെ ശുദ്ധീകരിക്കേണ്ടതിന് ശുദ്ധീകരിച്ച് മാറ്റി നിർത്തും. മുക്തി മോക്ഷം കൊടുക്കുന്നതിന് അത് കൊടുക്കും. അതേസമയത്ത് നശിപ്പിച്ചു കളയുന്ന നീച പിതൃക്കളുണ്ടാകും, അവയെല്ലാം നശിപ്പിച്ചു കളയും ഗുരുവിന്റെ ബ്രഹ്മപ്രകാശം. അപ്പൊ അങ്ങനെയാണ് പിതൃശുദ്ധി ചെയ്തിട്ട് ഈ ആത്മാക്കൾ, അത് ദേവീദേവന്മാർ വരെയുണ്ട് ഇങ്ങനെ ജന്മം എടുക്കാൻ കാത്തിരിക്കുന്നു. പക്ഷെ ആ ജന്മം എടുക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. എങ്ങനെ ബ്രഹ്മജ്ഞാനമുള്ള ഈ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ആ കുഞ്ഞുങ്ങളെ തെറ്റുകൂടാതെ നമ്മൾ വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾ നമ്മൾ വിവാഹം നടത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ച് അതിനൊക്കെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, മനസ്സിലായി. ഇപ്പോൾ വിവാഹം നടത്തി കഴിഞ്ഞാൽ, യോജിക്കുന്ന വിവാഹങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആ വിവാഹത്തിലൂടെ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ തന്നെ പ്രാർത്ഥിച്ച്, അത് നമ്മൾ ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ആ അത്രയും പ്യൂരിറ്റിയുള്ള ഗർഭപാത്രം ഉണ്ടാവും ശുദ്ധമായി. ആ ശുദ്ധമായ ഗർഭപാത്രത്തിലെ നല്ല കുട്ടികൾ ജനിക്കും. ആ കുട്ടികൾ ജനിച്ചാൽ മാത്രം പോരാ, ആ കുട്ടികളെ അച്ഛനമ്മമാരെ നല്ല രീതിയിൽ വളർത്തണം. നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് തിരിച്ചറിവായി, അവർക്ക് അറിവും പിന്നെ ബുദ്ധിയും ബോധവും ഉറക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു. പക്ഷെ അതുവരെ എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞിരിക്കുന്ന നല്ല ജീവൻ വന്ന് ജനിച്ചാലും നന്മയിലൂടെയാണ് നടത്തിയാൽ ഏറ്റവും നന്മയിൽ എത്തുകയും, അവൻ തിന്മയിലൂടെയാണ് അവൻ പോണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം, മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ തിന്മയിലൂടെ ആരെങ്കിലും സഞ്ചരിപ്പിച്ചാൽ അവൻ ആ തിന്മയിലൂടെ അതിൻ്റെ മുകളിലെത്തുന്നതാണ്. ഏതിലാണെങ്കിലും ആ വലിപ്പമുള്ള ജീവൻ എങ്ങനെ സഞ്ചരിക്കുന്നു അതിൻ്റെ ഉന്നതിയിൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഗുരു വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ വളർത്തണമെന്ന് പറയുന്നത്. ജന്മസമയത്തും അതിനാണ് ഈ 7-ാം മാസമൊക്കെ ഒരു പ്രഹസനമല്ല. ഓരോ ഘട്ടത്തിലും ഗുരു ഈ ജീവൻ അങ്കുരിക്കുന്നത് തൊട്ട് ജീവൻ പിന്നെ ഓരോ വളർച്ചയും ഗുരു ഓരോ പ്രാർത്ഥനാ സങ്കല്പങ്ങൾ കൊടുത്തിരുന്നു. ഈ പ്രഗ്നന്റ് ആയിരുന്ന ആൾക്കാർ ഭാര്യ ഭർത്താവും തമ്മിൽ സങ്കല്പവും പ്രാർത്ഥനയും അങ്ങനെ കൊടുത്തിരുന്നു. അതേസമയത്ത് ഇന്ന് കാണുന്ന ആ ഒരു അരാജകത്വമുണ്ടല്ലോ, കല്യാണം കഴിക്കുക, വെള്ളം ഒടിച്ച് അലമ്പായിട്ട് ജീവിച്ച്, അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് യോഗ്യതപ്പെട്ട കുട്ടികളെ നമുക്ക് ജനിക്കും, മനസ്സിലായി. അപ്പൊ അത് ജനിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം ലോകത്തിന് വേണ്ടി നല്ലത് കൊടുക്കണോ ചീത്ത കൊടുക്കണോ, അതിനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ തന്നിട്ടാണ് നമുക്ക് ഭൂമിയിലേക്ക് നമ്മളെ ജന്മത്തിലേക്ക് വിടുന്നത്, ഇല്ലേ. അപ്പൊ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കണം, മോശം രീതിയിൽ ജീവിക്കണം നമ്മളാണ് വരുന്നത്. അപ്പൊ ഗുരു നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു കുട്ടിയെ നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, അടുത്ത തലമുറ, അടുത്ത ജനറേഷൻ. അപ്പൊ ഇന്ന് ഒരു കുടുംബം അവന് ചെയ്താൽ നാളെ ആ കുടുംബം 2 മക്കളാണെങ്കിൽ 2 കുടുംബമായിട്ട് മാറും, ഇല്ലേ. അപ്പൊ അവരതുപോലെ ജീവിച്ച് അവരതുപോലെ ജീവിച്ച് ഒരു 7 തലമുറ കഴിയുമ്പോൾ നല്ല ഒരു എന്താ പറയുക ജനറേഷൻ ഇവിടെ വരും. അപ്പൊ അതിനുള്ള തുടക്കക്കാരെ മാത്രമായിട്ടാണ് ഗുരു ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അത് ഗുരു ഇച്ഛിച്ചത്ര എത്തിയില്ലെങ്കിൽ പോലും അത് നാളെ ആണെങ്കിലും ഗുരു ഇച്ഛിക്കുന്ന രീതിയിൽ വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം, മനസ്സിലായി. കാരണം നീന്റെ ജന്മലക്ഷ്യത്തെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അത് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാകണം, കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ശാന്തിഗിരി ആശ്രമം എന്ന പ്രസ്ഥാനം നമ്മുടെ ഗുരു സ്ഥാപിച്ചത് എന്തെല്ലാം ലക്ഷ്യങ്ങളിലൂടെയായിരുന്നു? ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഗുരു ചെയ്തത്, അല്ലെ ഗുരു അത് സ്ഥാപിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, ഒരു ലക്ഷ്യങ്ങൾ നടപ്പാക്കാനായിട്ട് ഒരു എന്താ പറയുക ഒരു പ്രസ്ഥാനം വേണം. അപ്പൊ ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിൽ മനസ്സിലാവും. കാരണം തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരമുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥാപനമായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. എന്നുവെച്ചാൽ ചാരിറ്റി, സാമൂഹ്യ സേവനം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മീയപരമായിട്ടല്ല ഭൗതികപരമായിട്ടും ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി ഭൗതികപരമായിട്ട് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കർമ്മ പദ്ധതികൾ വേണം.
മനസ്സിലായി? കർമ്മം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഈ ലോകത്തിന് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രവർത്തികൾ, അതാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഗുരു രണ്ടിനെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ആശയം കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ ഈ നമ്മുടെ ആത്മീയ അറിവ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ആത്മീയ അറിവ് എല്ലാവർക്കും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനൊരു ഇത് വേണ്ടേ? നമ്മളിപ്പോ ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ആ സ്ഥാപനം നടത്തുന്നത്. പക്ഷെ ഗുരു എന്ന് പറയുന്നത് ചെയ്തതെന്ന് വെച്ചാൽ പകുതി നമ്മുടെ ജീവന്റെ പ്യൂരിറ്റിക്ക് വരും, പകുതി നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് അതിന്റെ പൈസ കിട്ടും. അതിനാണ് ഒത്തിരി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഗുരു ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഗുരു പറഞ്ഞ പരിശുദ്ധിക്കായ സേവനം എന്നുള്ള രീതിയിലാണ് ഗുരു പറഞ്ഞിരുന്നത്. പരിശുദ്ധിക്കായ സേവനം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരുപാട് മായങ്ങൾ ചേർത്തുള്ള സാധനങ്ങളാണ് ഈ ലോകത്ത് കിട്ടുന്നത്. അപ്പം മായമില്ലാത്ത പ്യൂറായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആൾക്കാരിൽ എത്തും. അത് ഭക്ഷിക്കുന്നവർക്ക് പ്രാർത്ഥനാ നിർബലമായിട്ട് അത് ഉണ്ടാക്കും. മറ്റുള്ളത് പോലെ ബിസിനസ് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാനല്ല, പ്രാർത്ഥിച്ച് അതിൽ ചെയ്യുമ്പോൾ ഈശ്വരൻ ചൈതന്യം ഇപ്പൊ നമ്മുടെ ഈ കറിപ്പോടുകളാണ് ഉണ്ടാകുന്നത്. ആ കറിപ്പോടുകൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനാ നിർബലമായിട്ട് ചെയ്യുക, ആ പ്രാർത്ഥനയുടെ ഒരു പുണ്യാംശം അതിൽ വരും. രണ്ടാമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ പൊളിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗുണപ്രദമാണ്. ശരിയല്ലേ? ഇപ്പൊ നല്ല പരിശുദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇല്ല, അതിൻ്റെ കൂടെ ഈ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടി ഉണ്ടെങ്കിൽ അപ്പൊ ഇത് ചെയ്യുന്നവർക്കും ഗുരു നിശ്ചയിച്ചിരിക്കുന്ന ഹോണറി എന്നൊക്കെ ഗുരു പറഞ്ഞത് വെച്ചാൽ പകുതി സേവനം പകുതി ശമ്പളം. ഇപ്പോൾ പുറത്തൊരാൾക്ക് 10,000 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 4,000-5,000 രൂപ ഉണ്ടാവും. കാരണം അവന്റെ പകുതി കർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഈ പറയുന്ന പ്യൂരിറ്റിക്ക് വേണ്ടിയുള്ള സമർപ്പണം. അപ്പൊ ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗുരു ഇതെല്ലാം കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് അതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷെ ഇതാണ് ഗുരു കൊണ്ടുവന്ന ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം. പക്ഷെ അതൊക്കെ ഇപ്പൊ ചില സ്വജനപക്ഷപാതക്കാരുടെ കയ്യിലായിപ്പോയി എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ ആശയത്തിനും ഓരോ മതത്തിനായുമുള്ള ഓരോ ഇതിനായുമുള്ള അപജയം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആചാര്യനോടൊപ്പം ജീവിച്ചിരുന്ന ആൾക്കാർ മരണപ്പെട്ട് ഒരു 3-4 തലമുറ കഴിയുമ്പോഴാണ് ഇതിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുവരിക്കുന്നത്. പക്ഷെ ഇത് ഗുരുവോടൊത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ മുമ്പിൽ തന്നെ ഇങ്ങനൊരു അപജയം വരുമ്പോൾ ഏറ്റവും യോജിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയവർക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ചോദിക്കും പോലെ ഗുരുവിനെ കാണാത്ത എൻ്റെ മകളായ നിനക്ക് ചോദിക്കാൻ പറ്റുമോ? കാരണം ഗുരുവിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലായി? ഇതെന്ന് വെച്ചാൽ നമ്മളൊരു വ്യക്തിയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയൊന്നും അല്ല. മനസ്സിലായി? നമ്മൾ ഈ അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്താണോ ഗുരു ലോകത്തിന് കൊടുക്കാൻ വന്നത് അത് എല്ലാവർക്കും കിട്ടും. മനസ്സിലായി? അതിനുവേണ്ടിയാണ് നമ്മളുടെ പല ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗുരു ആഗ്രഹിച്ച രീതിയിൽ ആശ്രമ പരമ്പര വളർന്നു. ശാന്തി ഗുരു ആഗ്രഹിച്ച രീതിയിൽ വളർന്നു എന്ന് ചോദിച്ചാല് ഗുരു പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ആശയം ഞാൻ മുന്നോട്ട് വെച്ച ആശയവും ഈ ലോകത്ത് പകരം ഒരു കുഞ്ഞെങ്കിലും കൃത്യമായിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തെടുക്കുമെന്നാണ് ഗുരു പറഞ്ഞു. ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മനസ്സിലായി? ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ആ ഒരുപാട് കാര്യങ്ങളെ പിന്നീട് വരുന്ന ശിക്ഷകൾ നമ്മളൊന്ന് അത് പരിപാലിച്ചു പോയാൽ മതിയായി. പുതുതായിട്ടൊന്ന് ഉണ്ടാക്കുകയോ ഒന്ന് നശിപ്പിക്കുകയോ ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഗുരു ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അതിന് വളരാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് മനസ്സിലാവുന്നത്. മനസ്സിലായി? ഗുരു ആഗ്രഹിച്ച രീതിയിൽ നിന്ന് ഒരുപാട് താഴേക്കാണ് പോയത്. ഒരുപാട് മണിമാളികളോ മണിമന്ദിരങ്ങളോ പണിതിട്ട് സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കി, വാഹനങ്ങൾ ഉണ്ടാക്കി, ആഡംബര കാറുകൾ, ഇതൊന്നും അല്ല ഗുരു സങ്കല്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ കാര്യങ്ങൾ പരമ്പരയിൽ ലോകത്തിന്, ഇത് പരമ്പരക്ക് മാത്രമല്ല, ഗുരുവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, ഗുരുവിന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ലോകത്തിന് മൊത്തമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വാക്കാർക്കോ നമ്മൾക്കോ സ്വന്തമല്ല. ഓരോ ആചാര്യന്മാരും ഭൂമിയിൽ ജനിക്കുന്നത് വെച്ചാൽ ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ അവരുടെ കുടുംബാംഗങ്ങൾക്കോ അവരുടെ ശിഷ്യന്മാർക്കോ മാത്രം അവകാശപ്പെട്ടല്ല. പക്ഷെ അതും പ്രകാരം എന്ന് പറഞ്ഞാൽ ഗുരു വെച്ചിരിക്കുന്ന രീതിയിൽ ഗുരു പരമ്പരക്ക് വളരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരുപാട് അല്പജയത്തിലൂടെ എന്താ പറയുക ഒരുപാട് താഴേക്ക് പോയി. അപ്പൊ അതിന് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എല്ലാ വിശ്വാസങ്ങളുടെയും ഇതാണ്. നമ്മൾ സ്വാർത്ഥ താല്പര്യപരമായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് മാത്രം നമുക്ക് എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കണം.
ഗുരുവിന്റെ ആശയം അങ്ങനെയായിരുന്നു. ഗുരുവിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ ഗുരുവിന്റെ നാട്ടുകാർക്ക് വേണ്ടിയോ ഗുരുവിന്റെ അടുത്ത് നിന്ന് അടുപ്പക്കാർക്ക് വേണ്ടിയോ ഗുരുവിന്റെ സ്വന്തം ശിഷ്യകൾക്ക് വേണ്ടിയോ ഒന്നുമല്ല ഗുരു പ്രവർത്തിച്ചത്. എല്ലാവർക്കും വേണ്ടിയോ ആ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചതാണ് എന്താ പറയുക ആ നന്മയായിട്ട് വരുന്നത്. മനസ്സിലായി? അപ്പൊ ഗുരുവിന്റെ ഒറിജിനൽ ഭക്തരുടെ ധർമ്മം ഗുരുവിന്റെ യഥാർത്ഥ ഭക്തരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാല് അത് ആരൊക്കെ പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഗുരുവിന്റെ യഥാർത്ഥ ഭക്തരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ ചിന്തകൾ വെടിഞ്ഞു, സ്വജനപക്ഷപാതം വെടിഞ്ഞു, ഗുരുവിന്റെ ആശയം ഈ ഭൂമിയിൽ ഗുരു എന്തെല്ലാം ആശയമാണോ ഭൂമിയിൽ ആഗ്രഹിച്ച് നടപ്പാകാം ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കും. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും അധിഷ്ഠിതമാണ് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് എന്താ പറയുക അവനവന്റെ ജീവനിലെ പ്യൂരിറ്റി ഉണ്ടാകും. മനസ്സിലായി? പുണ്യാംശം പുണ്യം കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പുണ്യം കിട്ടും. അങ്ങനെയാണ്. അല്ലാതെ പുണ്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചാൽ പോലും സ്വാർത്ഥതയില്ല. പക്ഷെ അതല്ല നമ്മൾ പ്രവർത്തിക്കുക. ഗുരുവിന്റെ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ഗുരു ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥം. അത് ഏത് അർത്ഥത്തിലാണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മനസ്സിലായി? എന്റെ വിശ്വാസം എന്റെ ഭക്തി ആയിരിക്കില്ല മറ്റൊരു തന്നെ. അപ്പൊ അവരുടെ വിശ്വാസത്തിന്റെ ഭക്തിയുടെ ആഴത്തിനനുസരിച്ച് അവരവർ പ്രവർത്തിക്കും. പക്ഷെ അത് ഗുരുവിന്റെ ഇച്ഛക്കൊത്താണെന്നുള്ളത് അവരവർ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ സർട്ടിഫിക്കറ്റിൽ ജാതി ഉണ്ടെന്നാണ് വിചാരം. അത് എന്ന് പറഞ്ഞാല് എന്റെയും അമ്മയുടെയും സർട്ടിഫിക്കറ്റിൽ ജാതി ഉണ്ട്. എന്നുവെച്ചാൽ എന്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു ഈഴം. ഞാൻ ജനിക്കുന്നു 1973. പിന്നെ എൻ്റെ വൈഫായ എൻ്റെ അമ്മയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദു നായർ എന്നുള്ള സർട്ടിഫിക്കറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 1973 ശരിക്കും പറഞ്ഞാൽ ഗുരുവിന്റെ അവസ്ഥ പൂർത്തിയായി ഇന്ന് ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നത്. അതിനുശേഷമാണ് ഗുരു എന്താ പറയുക ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരടുക്കും ചിട്ടയുമായിട്ട് കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ ഒരു കാര്യം ഗുരു പറഞ്ഞാൽ അതെല്ലാവരും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് പകർത്തു. അവരത് വിശ്വാസത്തിൽ വന്ന് അടിയുറച്ച് കഴിയുമ്പോഴാണ് അത് പകർത്തുന്നത്. അത് പകർത്തിയ ആൾക്കാരും ഉണ്ട്. അവരെ കുറിച്ച് ഞാൻ പറയും. അപ്പൊ ഗുരുവിന്റെ ആ ഒരു കാര്യം ഈ ജാതിമത ചിന്തകളൊക്കെ വരുന്നതിന് മുമ്പാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായത്. എൻ്റെയും അമ്മയുടെയും സർട്ടിഫിക്കറ്റുകൾ അത് ഗുരു നിർബന്ധമായി പറയുന്നതിന് മുമ്പാണ് ഇതൊക്കെ ഉണ്ടായത്. ഇതിപ്പോ എന്ന് പറഞ്ഞാല് ജാതിയുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഈഴവായതുകൊണ്ട് എൻ്റെ ഈഴവ അങ്ങനെയാണല്ലോ. അച്ഛനും അമ്മയും അച്ഛൻ്റെ മതമാണ് ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തും. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ എൻ്റെ അമ്മ അച്ഛനും ഹിന്ദു ഈഴവായതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റിൽ അതാണ് വന്നത്. ആ സമയത്ത് അമ്മയുടെ അതായത് എൻ്റെ ഭാര്യയായ ജനമാതയുടെ അച്ഛൻ നായർ, അമ്മ ഹിന്ദു ഈഴവ. അപ്പൊ അവർ തമ്മിൽ വിവാഹം ഗുരു നടത്തിയപ്പോൾ അച്ഛൻ്റെ ജാതിയിലേക്ക് മക്കൾ തിരിച്ചു. അതായത് ഞാൻ ഈഴവ, അമ്മ നായർ. പക്ഷെ അങ്ങനെ ജനിച്ചിട്ട് അമ്മേനെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ മോളുടെ അമ്മേനെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായിരുന്നു? ഹിന്ദു ഈഴവയെന്ന്. മനസ്സിലായി? അപ്പോൾ ഒരിക്കലും ഞാനത് പറയാൻ കാര്യം വെച്ചാൽ ഒരിക്കലും ജാതി മാറുന്നില്ല, ജാതി ചിന്ത മാറുന്നില്ല. മനസ്സിലായി? ഇതിനെ മിക്സ് ചെയ്ത് കഴിയും. ഓ ഇപ്പൊ നിങ്ങൾ വേറെ ഒരു പിന്നെ എന്താ പറയാ അങ്ങനെ പറയുന്നില്ല, മുകളിലായാലും താഴെയായാലും ഒരു ക്ലാസ്സിലേക്ക് വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ മകൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഹിന്ദു ഈഴവാന്ന് വരും. പക്ഷെ മോള് മനുഷ്യനെ വിവാഹം കഴിച്ച് പോവുകയാണെങ്കിൽ അത് അവർക്ക് ജനിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അല്ല നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ വിവാഹം കഴിക്കാൻ ഭർത്താവിന്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വരും. അതിനാണ് ഇവിടെ ജാതി ഇല്ലാത്ത ഒരു പ്രസക്തി വരുന്നത്. എന്നുവെച്ചാൽ ജാതി ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഇപ്പൊ നമുക്ക് ചെയ്യാം. എങ്ങനെ? മതമില്ല, ജാതിയില്ല, ബാധകമല്ല എന്ന് വരുത്തി കഴിഞ്ഞാൽ ഒരു 3-4 തലമുറ കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറയുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ പേര് പത്മനാഭൻ, അച്ഛൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ശങ്കരൻ, പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞാൽ കണ്ടൻ, നീലകണ്ഠൻ, അദ്ദേഹത്തെ കണ്ടനാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത്ര പേര് എനിക്കറിയാം. അതിന്റെ മുകളിലുള്ള അപ്പൂപ്പന്റെ അച്ഛന്റെ അച്ഛന്റെ പേര് എനിക്കറിയില്ല. അദ്ദേഹം എന്ത് ജാതിയാണെന്ന് എനിക്കറിയില്ല.
എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ജാതി ഇപ്പോഴേ ഒഴിവാക്കി തുടങ്ങിയാൽ, സർട്ടിഫിക്കറ്റ് ഒഴിവാക്കി തുടങ്ങിയാൽ നമുക്ക് ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 4-5 തലമുറ അല്ലെങ്കിൽ 7 തലമുറ കഴിയുമ്പോൾ പറഞ്ഞാൽ ഏത് ജാതിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലേക്ക് മാറും. അതാണ് ഇപ്പൊ അതേസമയത്ത് ഇങ്ങനെ സർട്ടിഫിക്കറ്റുകളിൽ ജാതി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതിയിലായിരിക്കും, ഏതെങ്കിലും മാർഗത്തിലോ ഏതെങ്കിലും ജാതി, ഒരിക്കലും ജാതി വ്യവസ്ഥ തന്നെ മാറും. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ ഈ പറയുന്നതെല്ലാന്ന് വെച്ചാൽ ഗുരുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ ചിന്താഗതികളോട് എന്നുവെച്ചാൽ ഗുരുവിന്റെ ആശയം നമ്മൾ പകരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗുരുവിന്റെ ഔഷധം മെഡിസിൻസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഗുരുവിന്റെ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, സിദ്ധം, അതാണ് ഗുരു മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്തെന്ന് തോന്നുന്നത്. അലോപ്പതി ഉണ്ട്, പിന്നെ ഹോമിയോ ഉണ്ട്. എന്നാലും ഗുരു ഏറ്റവും കൂടുതൽ ഇത് മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ഔഷധങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുർവേദം, സിദ്ധം. ആയുർവേദം എന്ന് പറഞ്ഞാൽ പഥ്യങ്ങൾ കുറവുള്ള, പഥ്യം വേണം, പക്ഷെ എന്നാലും അതിന് പഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിട്ട ഔഷധം വെച്ചാൽ ആ ഔഷധം സേവിക്കുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. പക്ഷെ ആയുർവേദം കഴിക്കുമ്പോൾ ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ നമുക്കത് മരുന്ന് ഫലിക്കത്തില്ലെന്ന് മാത്രമേ. അതേസമയത്ത് സിദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളത് പാലിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വെളുത്താൻ തെച്ച് പാണ്ടാവെന്നൊക്കെ പറയും, സൈഡ് എഫക്റ്റ് കൂടും. മനസ്സിലായി? അതിന്റെ കൃത്യനിഷ്ഠയോടെ പോകണം ആ ഔഷധത്തിന്റെ. അപ്പൊ അങ്ങനെയുള്ള ഔഷധം അതിനുവേണ്ടിയാണ് ഗുരു 2 കോളേജുകൾ കൊണ്ടുവന്നത്, ആയുർവേദ കോളേജ്, സിദ്ധ കോളേജ്. എന്നുവെച്ചാൽ പാലക്കാട് ആയുർവേദ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, ഈ തിരുവനന്തപുരത്ത് ശാന്തിനിയുടെ സിദ്ധ കോളേജ്. പക്ഷെ അതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട തന്ത്രമായി മാറിക്കഴിയും, ഒരു ഉദ്ദേശ രീതിയിലല്ല ഇപ്പം പോകുന്നു. പിന്നെ മെഡിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയുർവേദ വരെയുള്ള സിദ്ധ വരെയുള്ള ഗുരു ഒരുപാട് ഫോർമുലകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗുരു ശരീരത്തോടെ ഇരുന്ന സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടാണ് പാലിച്ചത്. പക്ഷെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു മെഡിസിൻ 200 അതിൽ ചേരുവകളാണ് വരേണ്ടത്, അതിന്റെ കൃത്യത അളവും ഉണ്ടാവും. ആ കൃത്യമായ അളവിൽ കൃത്യമായി പ്രോസസ് ചെയ്ത് കൃത്യമായി ചെയ്താൽ മാത്രമേ, ആ ഫോർമുലക്കനുസരിച്ച് ചെയ്താൽ മാത്രമേ ആ മരുന്നിന് യഥാർത്ഥ ഫലം കിട്ടുള്ളൂ. അല്ലാതെ ആ മരുന്നുണ്ടാക്കാം. ലാഭം, കച്ചവടം മനസ്സോടുകൂടി ലാഭത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ആ മെഡിസിൻ്റെ വില കൂടിയ ഐറ്റംസ് കുറക്കുക. പിന്നെ ദൗർബല്യം എന്ന് വെച്ചാൽ ഈ ചില മെഡിസിൻസിന് ചില സമയത്ത് കിട്ടും, ചില പച്ചമരുന്നുകൾ ചില സമയത്ത് ഉണ്ടാകുന്നില്ല. അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ അത് കിട്ടുന്നവരെ ഒരു വെയിറ്റ് ചെയ്യാൻ പാടില്ല, ആ പ്രോസസ്സ് പൂർത്തിയാക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ യോഗം പാസ്സാക്കുക എന്ന് പറയും. എന്നുവെച്ചാൽ ഈ ആയുർവേദത്തിൽ ഞാൻ നിന്നത് കൊണ്ടാണ് പറയുന്നത്. 2006 കാലഘട്ടത്തിൽ ഞാൻ നിന്നപ്പോൾ അവിടെ ഒരു വിഭാഗം ആൾക്കാരൊക്കെ അന്നത്തെ മാനേജ്മെന്റ് കൊണ്ടുവന്നു ഈ യോഗങ്ങൾ തിരുത്തും ഗുരുവിന്റെ. അപ്പൊ ഗുരു കൊണ്ടുവന്ന മരുന്നിന്റെ അല്ലെങ്കിൽ ഗുരു പറഞ്ഞു കൊടുക്കാൻ മരുന്നിന്റെ എഫക്റ്റുകൾ തുടങ്ങി. അതിന് ഞാൻ ദുസ്സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി, പക്ഷെ പഴയ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോഴും ആൾക്കാർ വാങ്ങിക്കുന്നത്. ആ യോഗം, ഗുരുവിന്റെ യോഗം തിരിച്ചു വന്നു. ആ രീതിയിലേക്ക് മരുന്നുകൾ വീണ്ടും ലാഭനഷ്ടം നോക്കാതെ മരുന്നിന്റെ ആ ഒരു പ്യൂരിറ്റി, ആ പവിത്രത, ആ പ്രാർത്ഥന നിർബലമായിട്ട് ഉണ്ടാകുന്നത് എല്ലാം ഇതിന്റെ ഗുണത്തിന്റെ ഘടകമാണ്. മനസ്സിലായില്ലേ? ഒരു കലത്തില് കഷായം വെച്ചാണ് ഈ ചാന്ദിനിയുടെ ഈ ഔഷധ നിർമ്മാണശാല തുടങ്ങിയത്. അതായത് 500 രൂപ മറ്റേ മൂലധനത്തിൽ ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം. അതിനുവേണ്ടി കഷ്ടപ്പെട്ട ആ ആളുകൾക്ക് പോലും കൃത്യമായിട്ട് ഇന്ന് അത് നടത്തിക്കൊണ്ടു പോയാൽ വളരെ ലാഭത്തിൽ കൊണ്ടുപോകാം. പക്ഷെ അതിൻ്റെ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളേജുകൾ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അർഹതയും യോഗ്യതയുള്ള കുട്ടികൾ പഠിക്കണമെന്നാണ്. പക്ഷെ ഇന്ന് 10-12 ലക്ഷം ഡൊണേഷൻ കൊടുത്തിട്ടാണ് മാനേജ്മെന്റ് കോളേജിൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഫീസ് അല്ല ഉദ്ദേശം, ഡൊണേഷനുകൾ കൊടുത്തിട്ട് ആണ് ഈ സിദ്ധ കോളേജിൽ ആയുർവേദം. ഇതൊന്നും യഥാർത്ഥത്തിൽ അക്കൗണ്ടബിൾ അല്ല. മനസ്സിലായോ? കാരണം വെച്ചാൽ ഞാൻ രണ്ട് സീറ്റ് ഞാൻ 2 കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഗുരു ആഗ്രഹിച്ച രീതിയിനെ മാറി എല്ലാം വ്യവസായവൽക്കരിക്കുന്ന പ്രവണതയിലായതുകൊണ്ടാണ് എല്ലായിടത്തും പറയുന്നത് ഗുരുകാരണ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രവണത. മനസ്സിലായി? അതുകൊണ്ട് ഗുരുവിന്റെ ഔഷധങ്ങൾ, ഗുരുവിന്റെ ഇപ്പോഴത്തെ അതിൽ
ഗുണനിലവാരം കുറഞ്ഞു പോയത് കാര്യമില്ല. സമയത്ത് ഗുരു ഇച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം വന്നാൽ മാത്രമേ ഈ സ്ഥാപനങ്ങളെല്ലാം ഉയരുള്ളൂ. മനസ്സിലായോ? ഔഷധ നിർമ്മാണ സ്ഥലത്ത് വെച്ച് ഗുരു ഉദ്ദേശിച്ച വെച്ചാൽ ഈ അലോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു കാരണം വരുമ്പോൾ അതിനെ മാത്രമേ മാറ്റുള്ളൂ. അതേസമയം സിദ്ധമായാലും കൊള്ളാം, ആയുർവേദം കൊള്ളാം, അതിന്റെ മൂലകാരണം എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ആഴത്തിൽ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു പനി വരുമ്പോൾ അലോപ്പതി എന്താ ചെയ്യുന്നത്? പനിക്ക് മരുന്ന്. പക്ഷെ യഥാർത്ഥ പനി വരാനുള്ള ഒരു രോഗമുണ്ട് നമ്മുടെ. ആ രോഗത്തിനെയാണ് ഈ ആയുർവേദത്തിലായുള്ള സിദ്ധത്തിലായാലും ചികിത്സിച്ച് മാറ്റുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് ഗുരു അതിനെ പ്രൊമോട്ട് ചെയ്തത്. ഇന്ന സൈഡ് എഫക്റ്റ് ഇല്ല. ഇന്നത്തെ അലോപ്പതി മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റുകൾ വരാം. പക്ഷെ എന്നും പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അത് അത്യന്താപേക്ഷിതമാണ്. ഏത് അലോപ്പതി മെഡിസിൻസ്. ആ മെഡിസിൻസുള്ള ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ രണ്ടും തമ്മിലുള്ള പ്രത്യേകതകളും വ്യത്യസ്തതകളും ഞാൻ ഈ പറഞ്ഞു. മനസ്സിലായി? അപ്പൊ പനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാരസിറ്റമോൾ കഴിക്കും, അല്ലെങ്കിൽ ഡോളോ കഴിക്കും, അങ്ങനെയല്ലേ? പക്ഷെ പനിക്ക് ഒരു കാരണം കണ്ടെത്തി ഡോളോ കഴിക്കണം. അത് തൽക്കാലം നമുക്ക് ശമിപ്പിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്താനുള്ള കഴിച്ചിട്ട് മറ്റതിന്റെ മൂല കാരണം എന്താണോ അത് കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ. അത് ഇതിന്റെ പത്തി നോക്കി വേണം ചെയ്യാനായി. മനസ്സിലായി? അതുപോലെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും. അതാണ് എന്റെ കാര്യം. മെഡിസിൻ രംഗത്ത് ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതാണ്. എന്താ പറയുക, നല്ല മെഡിസിൻ നല്ല രീതിയിൽ മനുഷ്യർക്ക് കൊടുക്കും. പ്രാർത്ഥനാപരമായിട്ട് ഉണ്ടാകും. അതിന്റെ എല്ലാ മൂലികകളും ഗുണവത്തായ രീതിയിൽ അതിൽ വന്ന് അത് കൊടുക്കുമ്പോഴേ ഗുണം ചെയ്യും. അപ്പൊ സർട്ടിഫിക്കറ്റിൽ ജാതി രേഖപ്പെടുത്താത്ത എത്ര പേര് ശാന്തി പരമ്പരയാണ്? അച്ഛനറിയാമോ? എനിക്കറിയാവുന്നതെന്ന് വെച്ചാല് കുറച്ച് ആൾക്കാരുണ്ട്. അത് ഒന്ന് ആൻഡ്രൂ സാർ എന്ന് പറയും. ആൻഡ്രൂ സാർ, സുലോചന ദമ്പതികൾ. അവർക്ക് 2 ആൺകുട്ടികളാണ്. ആ 2 ആൺകുട്ടികളിൽ ഒരാളുടെ പേര് ഡോക്ടറാണ്. അയാളുടെ പേര് വിവേക് എന്നും, രണ്ടാമത്തെ ആള് ജിനദേവ് എന്നാണ്. ദിനദേവ്. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് പോലും ജാതിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. ഞാനിവിടെ അത് കൊടുക്കും. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ജാതി ഇല്ലാതെ വരച്ചു വെച്ച് മനസ്സിലായി. ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എനിക്ക് അയച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ള ദോഷം എന്താണ്? കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആൻഡ്രൂ സാറിന് ആ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കും. എന്ന് വെച്ചാൽ ഈ ആൻഡ്രൂ സാറിനോട് എനിക്ക് പല കാര്യത്തിലും വിയോജിപ്പുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, പലതും ഉണ്ടെങ്കിലും ആൻഡ്രൂ സാർ കാണിച്ചിരിക്കുന്ന ഒരു നല്ല മാതൃക എന്ന് വെച്ചാൽ ഈ 42 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മൂത്തവന് ഇപ്പൊ 42 വയസ്സ്, എല്ലാവർക്കും 40 വയസ്സോളം. അപ്പൊ ആ കുട്ടി ജനിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചാണ് പേര് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇപ്പൊ സമത ഹോസ്പിറ്റലിൽ വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും ജനിച്ചത്. വെച്ചാൽ വലിയതനെ സച്ചിതൻ. അപ്പൊ ജനിച്ചപ്പോ അവിടെ നമ്മൾ കൊടുക്കുന്ന പേരാണ് നേരെ കോർപ്പറേഷനിലേക്ക് സർട്ടിഫിക്കറ്റ് പോകും. നേരത്തെ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് അവിടെ നിന്ന് പോകുന്ന പേരനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അവിടെ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ അന്ന് ഇദ്ദേഹം മതമില്ല അല്ലെങ്കിൽ ജാതി ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ദിനദേവിനെ വിളിച്ചു. ആൻഡ്രൂ സാറിന്റെ ഇളയ മോനെ വിളിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് അത് കാണിച്ചു തരും. കാരണം മാതൃക കാണുന്നവർ നമ്മൾ പറയുന്നത് മാത്രമല്ല, ആൾക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ ആ ഒരു കാര്യം തെളിവായിട്ട് നമ്മൾ സമർപ്പിക്കാൻ കൂടി വേണം. അപ്പൊ അത് ഞാനിവിടെ കാണിക്കാം. മനസ്സിലായി? അത് മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കാം. കാരണം ആ ജാതി ഇല്ലാത്തൊരു ഭാഗമായിട്ട് ഞാനിവിടെ കാണിക്കാം. ഈ കാണുന്ന ആൻഡ്രൂ സാറിന്റെ മകന്റെ ജാതി ഇല്ലെന്ന് കാണിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എന്താ പറയുക, +2 സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അത് എല്ലാവരും അറിവിലേക്ക് ഒന്ന് വെക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായ ഒരാളെന്ന് പറഞ്ഞാൽ കണ്ണൻ വാസുദേവൻ എന്ന് പറയും. കണ്ണൻ വാസുദേവൻ, തൃശ്ശൂരാണ് വീട്. നിങ്ങളൊക്കെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടാ സാർ. ആ സാറിന്റെ മോന് ഇതുപോലെ ബാധകം വല്ലതും പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടേക്കും. അദ്ദേഹം അതിനോട് പറഞ്ഞതല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനം. കാരണം ഗുരുവിന്റെ ഐഡിയോളജിയിൽ ഉറച്ച് വിശ്വസിച്ച് അതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പറയുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് തോന്നി. എനിക്കത് തോന്നുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലേ. അതുകൊണ്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ജാതി വെക്കേണ്ടി വന്നു. ഇനി നിങ്ങളുടെ ഇപ്പൊ ഇത് ഞാൻ ഇപ്പോഴല്ല തിരിച്ചറിയുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും വലുതായി നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സിനും ജാതി രേഖപ്പെടുത്തി.
മനസ്സിലായി. അപ്പൊ അത് പിന്നെ എന്താ പറയാ, അത് നാളെ മാറ്റിക്കഴിഞ്ഞാൽ എന്താവും എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് വേണ്ട ഉചിതമായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത എൻ്റെ തലമുറയെ വരുമ്പോഴത്തേക്കും വെച്ച് ഞാനിത് കൃത്യമായിട്ട് പാലിച്ചിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ദിനദേവിയോട് ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യം ഞാനിപ്പോൾ പറയുകയും, ചോദിക്കാൻ വിട്ടുപോയല്ലോ, ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പറയാൻ വിട്ടു. പക്ഷേ ഞാൻ ചോദിച്ചു, ദിനദേവെ ഇതുകൊണ്ടുള്ള ദോഷം എന്താ? ഒരാൾ അനുഭവിച്ച ആളാണല്ലോ പറയേണ്ടത് അയാളുടെ ജീവിതത്തിൽ. അപ്പൊ പറഞ്ഞു വെച്ചെങ്കിൽ, ജാതീയമായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടും, എനിക്കത് വേണ്ട. മനസ്സിലായോ? ജാതീയമായിട്ട് ഇന്നിപ്പോ ആർക്കും ജാതി വേണ്ടെന്ന് പറയുമെങ്കിലും ജാതിയിൽ നിന്ന് കിട്ടുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ, ജോലി ആയാലുമുള്ള, സ്കോളർഷിപ്പ് ആയാലുള്ള, സ്റ്റൈഫൻഡ്, എല്ലാ സാധനങ്ങളും ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം എനിക്ക് വേണ്ട. കാരണം ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്ക് അത് വാങ്ങിക്കാതെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. മനസ്സിലായോ? അതൊരു വലിയൊരു ഇതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മനുഷ്യരാകുമ്പോൾ പല കുറവുകളുള്ള മനുഷ്യരുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ചിന്താഗതി നമ്മൾ എന്താ പറയുക, ആ ഒരു വലിപ്പം. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പറയുന്ന ആൻഡ്രൂ സാറായാലും ദിനദേവനായാലും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് വളരെ ഒരു ബഹുമാനം അവരോട് തോന്നിയൊരു നിമിഷമാണ്. കാരണം ഗുരുവിന്റെ ആശയം അവരോളം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ തലമുറയിലേക്ക് പകരാൻ പറ്റും. അപ്പൊ ഈ ജാതിപരമായിട്ടുള്ള കാര്യത്തിൽ നിയമത്തിന് സപ്പോർട്ട്, ജാതിപരമായിട്ടുള്ള കാര്യത്തിന് നിയമത്തിന് സപ്പോർട്ട് ഉണ്ടെന്ന് ചോദിച്ചത്, ഈ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അതിനൊരു കേന്ദ്രീകൃത നിയമമില്ല. 1950 മുതൽ അങ്ങനെ വേണമെങ്കിൽ ആൾക്കാർക്ക് തീരുമാനിക്കും എന്നുള്ളൊരു നിയമമല്ലാതെ തന്നെ ഒരു സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 രമേശ് എന്ന് പറയുന്ന ഒരാള് മദ്രാസ് ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പരാതി സമർപ്പിക്കും. എനിക്ക് ജാതിയില്ലാത്ത സർട്ടിഫിക്കറ്റ് വേണം. ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി അത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാതിയില്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ്. അന്നു മുതൽ അപ്പൊ അതൊരു കോടതി വിധിയാണ്, ജാതിയില്ല. അതിനുശേഷം ആർക്ക് വേണേലും അങ്ങനെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും. അതേസമയത്ത് ഇത് കേന്ദ്ര നിയമം അല്ലാത്തത് കൊണ്ട് മറ്റുള്ള സ്റ്റേറ്റിൽ എനിക്ക് അറിയില്ല. പക്ഷെ കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര ഇത്തരം സ്റ്റേറ്റുകളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം, ആ അപേക്ഷ അനുസരിച്ച് സ്വീകരിക്കാം. പക്ഷെ ഇത് എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത് അറിയുമോ എന്നറിയില്ല. പക്ഷെ നമ്മൾ ഈ ആർട്ടിക്കിൾ 25 പ്രകാരം എന്ന് വെച്ചാൽ മതസ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, ഏത് മതം സ്വീകരിക്കണമെന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് ഈ മതമില്ലാത്ത മതരഹിത സർട്ടിഫിക്കറ്റുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ഇന്ന മതത്തിൽ വേണം ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതും കൊടുക്കുന്നുണ്ട്. മതമില്ലാത്ത സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു നിയമവശം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് ജാതീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച്. കാരണം വെച്ചാൽ ഇന്നിപ്പോ ഒരുപാട് പ്രസക്തമായ ഒരു കാര്യം ജാതി, മതം, ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. പിന്നെ ഗുരുവിന്റെ ആശയത്തിൽ ഇതിനെന്താണ് പ്രസക്തി, ഇത്രയും കാര്യമാണ്. അതായത് നമ്മളൊരു ജാതീയ മതത്തിനെയോ നിന്ദിക്കോ എന്നുമല്ല, പക്ഷെ അതിന്റെ യഥാർത്ഥ ഒരു ഫാക്ട് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി എൻ്റെ ഒരു എന്താ പറയുക ചിന്ത, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ചിന്തയാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നാളെ ഒരിക്കലും വേറൊരു കാര്യമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി. അപ്പൊ എല്ലാവരോടും എന്താ പറയാ, ഗുരുനാമത്തിൽ സന്ദേശമാണ്.